പതുക്കെ. അയ്യോ പതുക്കെ. അമ്മേ അയ്യോ. നാട്ടുകാർക്ക് ഇപ്പൊ ഒരു കളിതമാശയായി. അച്ഛന് വയസ്സുകാലത്ത് ഇതിലേക്ക് വല്ല കാര്യമുണ്ടോ? നീ പോടാ. എല്ലാം എന്റെ തലയിലെടുത്ത്. എടേ തലയിലെടുത്ത് തിരിഞ്ഞു പോയതേ എന്റെയാ. അന്ന് ഗോവിന്ദരാജപുരത്തെ ഗുസ്തിക്ക് ഫയൽമാൻ ഫൽഗുനം പിള്ള ചെന്നപ്പോഴേ സ്വീകരിച്ചോണ്ട് പോകാൻ നിന്റെ അനിയൻ ആ മാർത്താണ്ഡം പിള്ള വന്നപ്പോഴാ എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയത്. അതിനെന്താ ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? എടേ നന്നായിട്ട് ജീവിക്കുന്നത് ഞാനല്ല, അവനാ. നിന്നെയും നിന്റെ ചേച്ചിയും എന്റെ തലയിൽ കെട്ടിവെച്ചേച്ച് നായ്ക്കുള്ള വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി ആ വീട് സ്വന്തമാക്കി ജീവിക്കുന്നത് ആ ദുഷ്ടനാ. അയ്യോ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. എണ്ണ തേച്ചിരിക്കുക. എണ്ണയും പിണ്ണാക്ക് ഒരു പ്രശ്നമല്ല. തൊട്ടുപോരുത്. അച്ഛനോട് സുഖമില്ലാണ്ടിരിക്കുക, കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ മാത്രം സ്വത്തല്ലല്ലോ, എന്റെ അമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. എടുത്ത് കേട്ടടാ. എങ്കിലും തൊട്ടു ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ പറയാ, ഫൽഗുനം ചേട്ടൻ ആഴ്ചയുടെ ആദ്യത്തെ 3 ദിവസം രാജപ്പന്റെ വീട്ടിലല്ലേ, പിന്നത്തെ 3 ദിവസം നിങ്ങളുടെ വീട്ടിലും. ഇന്ന് ഞായറാഴ്ച ഫൽഗുനം ചേട്ടൻ ഫ്രീ. കള്ള് ഷാപ്പിൽ താമസിക്കേണ്ട ദിവസാ. ഈ സ്ഥിതിയിൽ അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് പിള്ളച്ചേട്ടന് ഇഷ്ടമുള്ളത് പോവാം. തനിക്കിവിടെ എന്താ കാര്യം? കണ്ണപ്പാ, ഒരു പഞ്ചായത്ത് മെമ്പറാണ് നീ സംസാരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ ചിരകാല മെമ്പർ എന്ന നിലയിൽ ഈ പഞ്ചായത്തിലെ ഓരോ വീട്ടിലെയും പ്രശ്നത്തിൽ തലയിടാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ആ തലയും കൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ചവിട്ടി പുറത്താക്കാൻ ഞാൻ. അച്ഛനെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അച്ഛനെ ഞാൻ കൊണ്ടുപോകും. എങ്കിൽ കൊണ്ടുപോയി അവർ കൊണ്ടുപോട്ടെ. അമ്മ ഇവൻ കണ്ണപ്പാ എനിക്കച്ഛാ പോകുന്ന വഴിക്ക് കള്ള് ഷാപ്പിന്റെ മുമ്പിൽ വണ്ടി ഒന്ന് നിർത്തണം. വണ്ടി എവിടെ വേണമെങ്കിൽ നിർത്താം. കേട്ടടാ. അയ്യോ 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 തലമുട്ടല്ലേ തലമുട്ടല്ലേ മുട്ടല്ലേ. ഇങ്ങോട്ട് ഇട്ട് കളയല്ലേ. അങ്ങനെ എല്ലാരും പൊക്കോ. ഇപ്പൊ എങ്ങനെ കുറവുണ്ടോ? ഒരാഴ്ച കൂടെ എന്താ വേണോ? അതല്ല, വേദന കുറവുണ്ടോന്ന്. ഇല്ലെങ്കിൽ നീ കുറച്ച് തരുമോ? എന്താ ഇത്രയും താമസിച്ചേ? വരുന്ന വഴി പഴനിയിൽ ഇറങ്ങി തലയൊന്നും മുട്ടയടിച്ചു. ഓ ശരിക്കും മോന്തിട്ടുണ്ടല്ലേ? എനിക്ക് നിക്കാൻ വയ്യ. എടാ രാജപ്പ, അച്ഛൻ എടുക്കാൻ ചെന്നപ്പോ കണ്ണപ്പൻ ഉടക്കിയില്ലേ? ആദ്യം ഒന്ന് ഉടക്കി നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. അത് എന്റെ അടുത്ത് നടക്കാം അവന്റെ വിളച്ചില്. കാരണം നോക്കി ഒന്ന് കൊടുത്ത്. അവൻ പൂച്ചയാണെങ്കിൽ ഞാൻ പുലിയാണ്, പൂജി.